നമസ്കാരം. നമ്മുടെ കേരളത്തിൽ വർഗീയത തീരെയില്ലാത്ത, പേരിൽ തന്നെ മതനിരപേക്ഷ സമത്വ രാഷ്ട്രീയം വിളമ്പുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ കക്ഷിയുള്ളൂ, മുസ്ലിം ലീഗ്. പേര് കേട്ടാൽ തന്നെ അറിയില്ലേ, മതനിരപേക്ഷ സമത്വ സുന്ദര രാഷ്ട്രീയ കക്ഷിയാണെന്ന്. ആ മുസ്ലിം ലീഗിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ MSF. അപ്പോൾ MSFൻ്റെ സംസ്ഥാന സമ്മേളനം വരികയാണ്, ഈ അടുത്ത ദിവസങ്ങളിലേതുമാണ്. ആ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു റാപ്പ് സോങ് അവരങ്ങ് പുറത്തിറക്കി, വീഡിയോ ഉൾപ്പെടെ. നമ്മുടെ MK മുനീർ ആണ് ഈ ഗാനം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് അഥവാ പ്രകാശനം ചെയ്തത്. അപ്പോൾ ഈ ഗാനത്തിൻ്റെ പ്രത്യേകത, ഗാനത്തിൻ്റെ എന്നല്ല, ഗാനത്തിൻ്റെ വരികളുടെ അല്ല, ആ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സീതി ഹാജി, CH മുഹമ്മദ് കോയ, പാണക്കാട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, അങ്ങനെയുള്ള നിരവധി നേതാക്കന്മാരുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനും ആ വീഡിയോയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഉള്ളത് വലിയ വിവാദമായതിനെ തുടർന്ന് ആ വീഡിയോ MSFകാർ പിൻവലിച്ചു. പക്ഷേ 2 ദിവസങ്ങളോളം, 2 അല്ല, ഒരു 3 ദിവസങ്ങളോളം തന്നെ ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച് എല്ലാവരുടെയും കൈകളിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞിരുന്നു അതിനിടയ്ക്ക്. അപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ MSFകാർ, മുസ്ലിം ലീഗുകാരുടെ ആശീർവാദത്തോടു കൂടി തന്നെ ആയിരിക്കുമല്ലോ ഇത്തരം ഒരു വീഡിയോ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. മുസ്ലിം ലീഗിന് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തിറങ്ങുന്നതിനോട് എതിർപ്പുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒരല്പസ്വല്പമല്ല, വളരെയധികം തന്നെ ആഹ്ലാദവും ഉണ്ടായി കാണുവാനാണ് സാധ്യത. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ കാര്യമാണ് പറയുന്നത്. കാരണം ഭാരതത്തിൻ്റെ വിഭജനത്തിന് കാരണമായ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ കക്ഷി തന്നെയാണല്ലോ ഇവരുടെ പിൻഗാമി. ജിന്നയാണല്ലോ ഇവർ പരസ്യമായി സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ഇവരുടെ മാനസിക പിതാവ്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസരത്തിൽ പാകിസ്ഥാൻ നമ്മുടെ സ്വന്തം രാജ്യമാണ് എന്നുള്ളൊരു ധാരണ ഇവരിൽ പലരിലും, എല്ലാവരിലും ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം അവർ ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണെന്നാണ് വെപ്പ്. പക്ഷേ ചില നേതാക്കളിലെങ്കിലും, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം നേതാക്കളിലെങ്കിലും മുസ്ലിം ലീഗിലും അതിൻ്റെ ഒരു പിന്തുടർച്ച പോലെ MSFലെ നേതാക്കൾക്കും അനുയായികൾക്കുമൊക്കെ പാകിസ്ഥാനോടൊരു സ്നേഹം ഉണ്ടാവുക വളരെ സ്വാഭാവികമാണ്. കാരണം പിന്നെ ജിന്ന മാനസികമാകുന്നതിൻ്റെ കാരണം ഡയറക്റ്റ് ആക്ഷൻ ഡേ പോലുള്ള ക്രൂരമായ ഹിന്ദു വംശഹത്യ ആസൂത്രണം ചെയ്ത വ്യക്തിയാണല്ലോ മുഹമ്മദ് അലി ജിന്ന. ഭാരതത്തിൻ്റെ വിഭജനത്തിന് വേണ്ടിയിട്ട്, പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യമുണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു സംരംഭം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെയൊക്കെ ഭാഷയിൽ ഇതൊക്കെ വ്യാവസായിക സംരംഭങ്ങളാണ്, ഇതെല്ലാം ബിസിനസ്സാണല്ലോ, മതം തന്നെ ബിസിനസ്സാക്കി എന്നുള്ള മട്ടിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് ജിന്ന. 1921 ശേഷമാണ് അദ്ദേഹം ഇങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നത്. 1920 മുതൽ പിന്നോട്ട് ചിന്തിച്ചാൽ ജിന്ന മതേതരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൻ്റെ കാരണം ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലെന്ന് തന്നെ പറയേണ്ടി വരും, അങ്ങനെ ഒരു സംശയത്തിൻ്റെ കാര്യമില്ല, മഹാത്മാഗാന്ധിയാണ്. അതേ സംബന്ധിച്ചുള്ള ചരിത്രം പിന്നീടൊരവസരത്തിൽ വിശദീകരിക്കാം. ജിന്നയിലേക്ക് തിരിച്ചു വന്നാൽ, ഇത്തരത്തിലുള്ള ക്രൂരമായ ഹിന്ദു വംശഹത്യ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി കൽക്കട്ടയിലൊക്കെ 10,000-കണക്കിന് ഹിന്ദുക്കളെയാണ് ഓരോ ദിവസവും കൊന്നു തള്ളിക്കൊണ്ടിരുന്നത് ഡയറക്റ്റ് ആക്ഷൻ ഡേയോടനുബന്ധിച്ച്. അതേ തുടർന്ന് ഭാരതത്തെ വിഭജിച്ചെടുത്ത് പാകിസ്ഥാനായി മാറ്റുകയും, ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ രണ്ടും ചേർത്ത് പാകിസ്ഥാനായി, പിന്നീട് ഈ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി വിഭജിച്ച് കയ്യിൽ കൊടുത്തു നമ്മൾ. അത് ചരിത്രം. പക്ഷേ അപ്പോഴൊക്കെ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ ഭാരതത്തിൻ്റെ വിഭജനത്തോടെ ഏതാണ്ട് സ്വയം ഇല്ലാതായി എന്ന് എല്ലാവരും ധരിച്ചിരുന്ന മുസ്ലിം ലീഗിൻ്റെ അവശിഷ്ടങ്ങൾ ഭാരതത്തിൽ തുടരുകയും അത് പല ഭീകര വിഭാഗങ്ങളായി ചിഹ്നിച്ചിതറുകയും കേരളത്തിൽ അതൊരു രാഷ്ട്രീയ കക്ഷിയായി രൂപാന്തരപ്പെടുകയും IUML എന്നുള്ള രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്, IUMLൻ്റെ. കേരളത്തിൽ മാത്രമാണത് അവർ ശക്തമായി നിലകൊള്ളുന്നത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ കക്ഷിക്ക്, ജിന്ന പൂർവ്വപിതാവായിട്ടുള്ളൊരു രാഷ്ട്രീയ കക്ഷിക്ക് ഇത്തരത്തിലൊരു ഗാനം ആസ്വാദ്യകരമാവുന്നത് സ്വാഭാവികം മാത്രമാണ്. അതിൽ നാം പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഇത്തരത്തിലൊരു രാഷ്ട്രീയ കക്ഷി ഒരു മതത്തിൻ്റെ പേര് അഭിമാനപൂർവ്വം സ്വന്തം പാർട്ടി നാമത്തോട് ചേർത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയെ നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് നമ്മുടെ ഭരണഘടനയും, ആ ഭരണഘടന ആർക്ക് വേണ്ടിയാണ് എന്ന് ഭരണഘടന തന്നെ പ്രഖ്യാപിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ജനങ്ങൾ
കൂടിയാണ്. അതുകൊണ്ട് നാം ഇതിൽ പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഒന്നുകിൽ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തന ശൈലി അവരുടെ നാമം ഉൾപ്പെടെ ഭരണഘടനാപരമായി മാറ്റുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക, അത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിശബ്ദം സഹിച്ച് മുന്നോട്ട് പോവുക. ഇനി മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഇത് സ്വാഭാവികമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെതിരെ എതിർപ്പുകൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. എതിർപ്പുകളുണ്ടായപ്പോൾ ആദ്യം ഈ എതിർപ്പ് സംബന്ധിച്ച് ഞാൻ വായിച്ച ഒരു പ്രസ്താവന, മതരാഷ്ട്രവാദം ഉയർത്തുന്ന, മതത്തിൻ്റെ പേരിൽ ആളെ കൊല്ലുന്ന ഒരു നേതാവിനെ ഒരു ബിംബമായി ഉയർത്തിക്കാട്ടുന്ന ഈ വീഡിയോ പുറത്തുവിടാൻ മുസ്ലിം ലീഗിന് എങ്ങനെ ധൈര്യം വന്നു, MSFന് എങ്ങനെ ധൈര്യം വന്നു, ഇത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള വളരെ തീക്ഷ്ണമായൊരു പ്രസ്താവന. ഞാൻ വിചാരിച്ചു ഏത് BJP നേതാവാണ് ഇത്ര തീക്ഷ്ണമായിട്ട്, അല്ലെങ്കിൽ ഏത് RSS നേതാവാണ്, പോട്ടെ ഏതെങ്കിലും ശിവസേന നേതാവാണോ ഇനി ഇത്തരത്തിൽ പുറത്തു നിന്ന് മുംബൈയിൽ എങ്ങാനുമുള്ള ശിവസേന നേതാവാണോ ഇത് ഈ പ്രസ്താവന ഇറക്കിയത്? നോക്കിയപ്പോൾ SFIക്കാരാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം SFIക്കാർ ഇത്രയും തീക്ഷ്ണമായൊരു പ്രസ്താവന ഇറക്കിയോ? അതും SFIയുടെ തിരഞ്ഞെടുപ്പിനോട്, ഇപ്പോൾ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവരുടെ പിതൃ പാർട്ടിയായ CPIM ഉണ്ടായ മാറ്റങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്കൂ. കാരണം പ്രീണനം പല രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളൊരു നയം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ആ മാറ്റങ്ങളെല്ലാം വിട്ടേക്കൂ. പക്ഷെ ഒന്ന് ആലോചിക്കട്ടെ, ഒരു മനസാക്ഷി വേണ്ടേ SFIക്കാരെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകരവാദികളിൽ ഒരാളായ മദനിയെ ഒപ്പം വേദിയിലിരുത്തിയ മഹാനാണ് നിങ്ങളുടെ പരമോന്നത നേതാവ്. തന്നെയുമല്ല, നിങ്ങളുടെ പാർട്ടി, അതായത് പിതൃ പാർട്ടി എന്ന് പറയുന്ന CPIM നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ സിമിയിലെ അംഗമായിരുന്ന, മുൻ അംഗമെന്ന് പറയേണ്ടി വരുന്ന ഒരാളെ മന്ത്രിസഭയിൽ മന്ത്രിയാക്കിയ പാർട്ടിയാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ യാ ഗാസ വിളിക്കുന്നതിന് കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നിട്ടിറങ്ങിയാലും ഇല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുന്നിട്ടിറങ്ങും. ഒരു കളകളമുള്ളൊരു കീറ തുണിയുണ്ടല്ലോ, എന്താണ് എൻ്റെ പേരെന്ന് ഞാൻ മറന്നുപോയി, കാരണം എന്തോ ഒരു പലസ്തീനി നാമമാണ്. അതും ചുമലിലും തലയിലും ഒക്കെ അരയിലും ഒക്കെ കെട്ടി ഹമാസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല, ഏതോ ഒരു ചടങ്ങിൽ വീഡിയോ കോൾ വഴി ഏതോ ഒരു ഹമാസ് ഭീകരവാദി പങ്കെടുത്തപ്പോൾ ആ ഭീകരവാദിയെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പോരാളി എന്നാണ് വിശേഷിപ്പിച്ചത്. അത്തരത്തിലുള്ള ഒരു പിതൃ പാർട്ടിയായ CPM നിലവിൽ ഇരിക്കെ മുസ്ലിം ലീഗ് എതിർ പക്ഷത്താണെന്നുള്ളത് പോട്ടെ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്ന SFIക്കാരെ, നാളെ ഒരു തൂക്ക് മന്ത്രിസഭ വന്നാൽ മൂന്നാം തവണയും, അതായത് തുടർച്ചയായി 15 വർഷങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന് ഉറപ്പായാൽ UDF വിട്ട് ഇങ്ങോട്ട് വരേണ്ട നമ്മുടെ ആൾക്കാർ തന്നെയാണ് മുസ്ലിം ലീഗ്. അവരോട് ആ പരിഗണനയെങ്കിലും നിങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ അതെല്ലാം ഈ സ്വന്തം ഷർദിൽ വാരി തിരികെ ഭക്ഷിക്കുക എന്ന് പറയില്ല. അത്തരമൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? നാണവും മാനവും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ആർഷോയെ പോലുള്ളവർ പറയുന്നത്. കാരണം അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ഒരു പ്രസ്താവന നടത്തിയിരുന്നു, വെല്ലുവിളി എന്ന് തന്നെ പറയാം. പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ വാഴ്ത്തിപ്പാടുന്നത്, അവരോട് തിരഞ്ഞെടുപ്പിന് സഹായം അഭ്യർത്ഥിക്കുന്നത് തെളിവ് സഹിതം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ അദ്ദേഹം ഈ പണി നിർത്തിയിട്ട് വേറെന്തെങ്കിലും പണിക്ക് പോകുന്നു. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പണിക്ക് അദ്ദേഹം വിളിക്കുന്ന പേര് രാഷ്ട്രീയമെന്നാണ്, അതിനെ നാട്ടുകാർ വിളിക്കുന്നത് വേറെയാണ്. എന്നാലും ആ രാഷ്ട്രീയമെന്ന് അദ്ദേഹം സ്വയം വിളിക്കുന്ന പണി നിർത്തിയിട്ട് വേറെന്തെങ്കിലും പണിക്ക് പോകുമെന്ന് അദ്ദേഹം ശ്രീ അനൂപ് ആൻ്റണിക്ക് വെല്ലുവിളി എന്ന വണ്ണം അനൂപ് ആൻ്റണിയുടെ മുന്നിൽ വെച്ചൊരു വാക്കായിരുന്നു. അനൂപ് ആൻ്റണി അപ്പോൾ തന്നെ അതിനുള്ള തെളിവുകൾ കൊടുത്തു. ഹർഷോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പണി നിർത്തിയോ എന്നറിയില്ല, നിർത്താൻ സാധ്യതയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നാണോമാനവും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് പറഞ്ഞത് നാളെ വാരി തിരികെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും പറയുന്നതിനൊക്കെ ഒരു മയം വേണ്ടേ? ഉദയനാണ് താരത്തിൽ മോഹൻലാൽ ചോദിച്ച പോലെ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ല രായപ്പ എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു ഉളുപ്പില്ലായ്മയ്ക്ക് ഒരു പരിധിയില്ലടേ എന്നാണ് ജനം ചോദിക്കുന്നത്. എന്തു ചെയ്യാനാണ്? കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. റാപ്പെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC
അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.